ഞാനില്ലേ കഴിഞ്ഞ ദിവസം കുറുക്കിൽ ഫോർമുല മിൽക്ക് ആഡ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങനെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോർമുല മിൽക്ക് ആഡ് ചെയ്താലും കുടിക്കാത്ത കുട്ടികളുണ്ട്, ഫോർമുല മിൽക്ക് തീരെ കുടിക്കാത്ത കുട്ടികളുണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെ ഫോർമുല മിൽക്ക് ആഡ് ചെയ്തിട്ട് മാത്രമല്ല, നമുക്ക് വേറെയും പല രീതിയിൽ ടേസ്റ്റൊക്കെ മാറ്റിയിട്ട് കുട്ടിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷാസിക്ക് ബനാന ചേർത്തിട്ട് റാഗി ഉണ്ടാക്കലുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോർമലായിട്ട് കുറുക്കാക്കണ പോലെ റാഗി വെച്ചിട്ട് കുറുക്കാക്കി എടുക്കുക. ഞാൻ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതങ്ങനെ കുറുക്കിയെടുക്കലാണ് ചെയ്യണേ. അപ്പോൾ ഇതാ അത്യാവശ്യം കുറച്ച് തിക്കിൽ തന്നെ ഞാനിവിടെ കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കണത് കുറച്ച് ഈന്തപ്പഴം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാട്ടോ ഞാൻ നേരെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ ഒരു റോബസ്റ്റ പഴമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ ഈന്തപ്പഴത്തിൻ്റെ ഒപ്പം സോക്ക് ചെയ്താൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനതൊന്നും ചേർത്ത് കൊടുക്കാറില്ല. എന്നിട്ട് നമുക്കത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്കത് ആ കുറുക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡേറ്റ്സ് ചേർത്തേക്കണോണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. നമ്മളങ്ങനെ ഒരേ ടേസ്റ്റിൽ തന്നെ കൊടുക്കാണ്ട് ടേസ്റ്റിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് കൊടുത്താൽ തന്നെ കുട്ടികൾ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതേപോലെ എൻ്റെ ഷാസീൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ആക്കാൻ മറക്കണ്ട.